ഹലോ ഫോർത്ത് ഇയേഴ്സ്. ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് പാർട്ടിസിപ്പേഷൻ ഇൻ റിസർച്ച് ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ആക്ച്വലി 7ാമത്തെ യൂണിറ്റിലെ ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല അറിവുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ തേർഡ് ഇയറിൽ നമുക്ക് റിസർച്ച് എന്ന് പറഞ്ഞ് തന്നെ ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ റിസർച്ചും പ്രോജക്റ്റും ഒക്കെ ചെയ്തവരാണ്. അപ്പം ഇതിനകത്തെ മെയിൻ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ഫോർത്ത് ഇയറിലെ 7ാമത്തെ യൂണിറ്റിൽ ഇത് വീണ്ടും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്കൊന്ന് റിവ്യൂ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എടുക്കാനുള്ള ചാൻസും കൂടെ കിട്ടുകയാണ്. ഓക്കെ, അപ്പം പാർട്ടിസിപ്പേഷൻ റിസർച്ച് ആക്ടിവിറ്റീസ്, അതായത് നഴ്സസ് എങ്ങനെയാണ് റിസർച്ച് ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇത് മെയിൻലി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ സബ്ജക്റ്റിലും റിസർച്ച് എന്ന് പറയുന്ന ഒരു വളരെ ഒരു ഡിമാൻഡ് നീഡായിട്ട് വന്നേക്കുക. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, മെഡിക്കൽ സയൻസിൽ കണ്ടോ, ഇപ്പോൾ ലോകം ആകമാനം ശ്രമിച്ചിട്ടും കോവിഡിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലേ. നമ്മളെപ്പോഴും ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുമ്പോഴാണ് ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് മനുഷ്യർ റിസർച്ച് ചെയ്യുന്നതും. ഒരു പ്രശ്നം ഉള്ളപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ കാരണത്തെ ദൂരീകരിക്കുന്നതിന് ആവശ്യമായ പുതിയ മാർഗങ്ങൾ, എന്തെങ്കിലും അതുവരെ ഇല്ലാത്ത മാർഗങ്ങൾ കണ്ടെത്തുന്നതിനാണ് നമ്മൾ റിസർച്ച് ആക്ടിവിറ്റീസൊക്കെ ആൾക്കാർ ചെയ്യുന്നത്. അത് ഏത് ഡിസിപ്ലിൻസിലും, അതായത് സയൻസ് ആയാലും പിന്നെ ആർട്സ് സബ്ജക്റ്റ് ആയാലും സയൻസ് സബ്ജക്റ്റ് ആയാലും എന്തായാലും മെഡിക്കൽ സബ്ജക്റ്റ് എന്തിലും നഴ്സിംഗ് സബ്ജക്റ്റ് ഒക്കെ റിസർച്ചുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ഒരു പുതിയ നോളജ് കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ച് അത് ഏത് പ്രശ്നത്തിന് വേണ്ടി സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണോ അത് കണ്ടുപിടിച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുമാണ് നമ്മളെപ്പോഴും റിസർച്ച് ചെയ്യുന്നത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ അതുവരെ കണ്ടുപിടിക്കാത്ത ഒരു പുതിയ നോളജിനെ കണ്ടുപിടിക്കുന്ന ഒരു പരിശ്രമമാണ് റിസർച്ചിലൂടെ മനുഷ്യൻ ചെയ്യുന്നത് അല്ലേ. ഇപ്പം തന്നെ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ എത്രയോ മാസമായി, ഒരു വർഷം ആകാൻ പോന്നു, ഒരു കോവിഡ് എന്ന് പറയുന്ന ഒരു രോഗത്തിനൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ കഴിയാതായിട്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ എവിടെല്ലാം വെച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇതുവരെയും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു വാക്സിൻ കണ്ടുപിടിക്കാനോ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അല്ലേ. കണ്ടുപിടിക്കുന്നുണ്ട്, ഇപ്പോൾ ഉടനെ വരുമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ എത്തിയില്ലല്ലോ. അത് സക്സസ്ഫുൾ ആകുമോ ഇതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അതുപോലെയാണ് ഓരോ ഡിസിപ്ലിനും, അല്ലെങ്കിൽ നമ്മൾ ഓരോ മേഖലയിലും വർക്ക് ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ തന്നെ ആ ഓരോ മേഖലയും ഫേസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതിനെ സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് എപ്പോഴും പുതിയ നോളജ് കണ്ടുപിടിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് റിസർച്ച് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിനു മുമ്പ് നമുക്കൊരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലം, അതായത് കൂടുതൽ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നു, അതിനെ പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം ബയോഡിഗ്രേഡബിൾ അല്ലാത്ത സാധനം ഭൂമിയിൽ ഒരുപാട് കുമിഞ്ഞുകൂടി അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതും ഒരു പ്രോബ്ലമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, കറണ്ട് പ്രോബ്ലം. അതിനും ഇതുവരെയും ഒരു ശരിയായ സൊല്യൂഷൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ. അങ്ങനെ നേഴ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പല പല കാര്യങ്ങളിലും നമ്മൾ നേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതെങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ് റിസർച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഇൻ റിസർച്ച് ആക്ടിവിറ്റീസ്, നേഴ്സസ് എന്തെല്ലാം എങ്ങനെയാണ് ഒരു റിസർച്ച് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇതിന് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കിയാൽ ഇതിനകത്ത് പ്രധാനമായി പറയേണ്ടത് എങ്ങനെയാണ് റിസർച്ച് പ്രോസസ്സ് നടക്കുന്നത്, വാട്ട് ഈസ് ദ നീഡ് ഫോർ റിസർച്ച് ഇൻ നേഴ്സിംഗ്, അതായത് നേഴ്സിംഗിൽ റിസർച്ചിൻ്റെ ആവശ്യകത എന്താണ്, പിന്നെ പർപ്പസ് ഓഫ് റിസർച്ച് ഇൻ നേഴ്സിംഗ്, എന്താണ് അതിൻ്റെ പർപ്പസ്, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് ഡൂയിങ് റിസർച്ച്, അതായത് നേഴ്സസ് റിസർച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നിറവേറേണ്ടത്, പിന്നെ പ്രിപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ റിസർച്ച് ആക്ടിവിറ്റീസ്, എങ്ങനെയാണ് റിസർച്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് വളരെ ബ്രീഫായിട്ട് ജസ്റ്റ് ബേസിക് തിങ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു എക്സ്റ്റെൻറ്റ് വരെ അറിയാം, കാരണം നിങ്ങൾ തേർഡ് ഇയറിൽ ഒരു പ്രോജക്റ്റ് ചെയ്തതൊക്കെയാണ്. റിസർച്ചിൻ്റെ തിയറിയും പിന്നെ അതിൻ്റെ അനാലിസിസിന് വേണ്ടി കുറേ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള. അപ്പോൾ ബേസിക് തിങ്സ് കുറച്ച് അറിയാം. എന്നാലും ഇത് ഫൈനൽ ഇയർ ആയ സ്ഥിതിക്ക് കുറേ കൂടെ അതായത് റിസർച്ചിൻ്റെ ആവശ്യകത എല്ലാ മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഇപ്പോൾ അത്യാവശ്യമായിട്ട് വന്നേക്കുക. ഞാൻ 2 എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴാണെങ്കിലും ആ പ്രോബ്ലം റിസർച്ച് ചെയ്ത് ഒരു പ്രോബ്ലത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മനുഷ്യൻ ശ്രമിക്കണം, പുതിയ നോളജ് കണ്ടുപിടിച്ച് എന്നതിനൊരു പ്രത്യേക ഊന്നലാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, പിന്നെ
ഇനി നമുക്ക് ഇതിനകത്ത് പറഞ്ഞാൽ എന്താണ് റിസർച്ച് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ടു ഡിസ്കവർ ഫാക്റ്റ്, അല്ലേ? പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, അല്ലെങ്കിൽ ഒരു ഡേറ്റ കളക്ഷനാണ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ എ സയൻറ്റിഫിക് പ്രോസസ് വിത്ത് വേരിയബിൾ റിസൾട്ട്. അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് പ്രോസസ്സായിട്ട് നമ്മൾ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാതെ വളരെ സ്ട്രിക്റ്റായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം നോക്കി പ്രിൻസിപ്പിൾ എല്ലാം നോക്കി എപ്പോഴും റിസർച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ റിസർച്ച് വാലിഡ് ആകത്തില്ല, അതുകൊണ്ട് കിട്ടുന്ന റിസൾട്ടും ശരിയാകണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് പ്രോസസ്സ് എന്ന് പറയുന്നത്, വിത്ത് വേരിയബിൾ റിസൾട്ട്. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഒരുപക്ഷെ നമ്മൾ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. പല പല റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ റിസർച്ച് ഫൈൻഡിങ്സ് ആൻസർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഫാക്റ്റ്, അല്ലേ? ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചില ഫാക്റ്റിനെ ബേസ് ചെയ്ത ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരിക, അതാണ് റിസർച്ചിൻ്റെ മെയിൻ ഫങ്ഷൻ. പിന്നെ വേറൊന്ന് ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ എഡ്യൂക്കേഷൻ ഓഫ് നഴ്സിംഗ്. തീർച്ചയായിട്ടും, അതായത് നമ്മളുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഡിസീസ് കണ്ടീഷൻ ഉള്ളവർക്ക് കെയർ കൊടുക്കുക, ഹെൽത്ത് കെയർ പ്രൊവൈഡറാണ്, ഹെൽത്ത് ടീം മെമ്പറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം പല പല രോഗങ്ങൾ കൊണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പോപ്പുലേഷൻ നമ്മളുടെ മുമ്പിൽ വരും. ഇപ്പോൾ തന്നെ HIV ഒരു വലിയ പ്രശ്നമായിരുന്നു ഒരിക്കൽ, ഇപ്പോഴും അതേ അതിന് റിയലി. അതുപോലെ തന്നെ മലിഗ്നൻസി, ഇപ്പോൾ ഏത് മലിഗ്നൻസിക്കും ഒരു പെർമനൻറ്റ് ക്യൂർ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ രോഗങ്ങൾ. പിന്നെ വേറൊരു കാര്യം, പണ്ടൊന്നും ഈ പ്രശ്നങ്ങളല്ലാത്ത രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ വന്നു. ഇപ്പോൾ തന്നെ കോവിഡിൻ്റെ കാര്യം എടുത്താൽ അതൊരു ജസ്റ്റ് വൈറൽ ഇൻഫെക്ഷനാണ്, ഇൻഫ്ലുവൻസ പോലൊക്കെയുള്ള. പക്ഷേ എന്നാലും അത് കണ്ടിട്ട് എങ്ങനെയാണ് ഇപ്പോൾ അഫക്റ്റ് ചെയ്യുന്ന, എത്ര ആൾക്കാരാണ് ഇൻഫെക്റ്റഡ് ആകുന്നത്, ഡേ ബൈ ഡേ ഇൻഫെക്റ്റഡ് ആകുന്നത്, എത്ര പേര് മരിക്കുന്നു. അങ്ങനെ അത് പറയുന്ന ഇപ്പോഴത്തെ ഈവൻ ദോ ഇറ്റ് ഈസ് എ വൈറസ്, ആ സ്ട്രെയിൻസ് ഓഫ് വൈറസ് വളരെ വിറുലൻ്റ് ആണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതും, അതായത് മറ്റ് മനുഷ്യരുടെ ഡെത്തിലൊക്കെ കലാശിക്കുന്നതൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ വൈറൽ ഡിസീസ് അങ്ങനെയുള്ള അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പോലെ വന്നങ്ങ് പോകുന്ന രോഗമൊക്കെ ആയിരുന്നു ഇതൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ പല പല ഡിസീസിൻ്റെ പുറകിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേഴ്സസ് എപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എക്സ്പോസ്ഡ് ആകുന്ന ആൾക്കാരും ഒക്കെയാണ്. അപ്പോൾ അവർ കുറേ കൂടെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ എടുക്കണം. അതാണ് പറയുന്നത് റിസർച്ച് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ എഡ്യൂക്കേഷൻ ഓഫ് നഴ്സിംഗ്. പിന്നെ നൗഡേയ്സ് ദർ ഇസ് മോർ ഡിമാൻഡ് ഫോർ റിസർച്ച് ഇൻ ഈച്ച് ആൻഡ് എവറി ഫീൽഡ്. അതായത് അത് സത്യമാണ്. ഇപ്പോൾ തന്നെ ആണെങ്കിലും നമ്മൾ ഈവൻ മെഡിക്കൽ സയൻസിൻ്റെ ഒരു വലിയ ബേർഡനായിട്ട് വന്നേക്കാണ് കോവിഡിന് വാക്സിൻ കണ്ടെത്തുക എന്നുള്ളത്, അല്ലേ? പക്ഷേ എന്നാലും പല പല അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ഉള്ളവരും ഇത് സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റിയും, അല്ലെങ്കിൽ അതെങ്ങനെ സ്പ്രെഡിങ് പ്രിവെൻറ്റ് ചെയ്യുക, എന്തൊക്കെ പ്രിക്കോഷനാണ് എടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെ വേറെ ഏതെല്ലാം ഡിസിപ്ലിൻ ഉള്ളവർ ഇത് കൺസേൺഡാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ ഒരു പൊതു ആയിട്ടുള്ള പ്രശ്നം വരുമ്പോൾ എല്ലാവർക്കും ഒരു എക്സ്റ്റെൻറ്റ് വരെ ഒരു റോളുണ്ട് അതിനെയൊക്കെ റെക്ടിഫൈ ചെയ്യാം. ഓക്കെ. പിന്നെ നൗഡേയ്സ് ദർ ഇസ് മോർ ഡിമാൻഡ് ഫോർ റിസർച്ച് ഇൻ ഈച്ച് ആൻഡ് എവറി ഫീൽഡ്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ദ ബോഡി ഓഫ് നോളജ് ഓഫ് നഴ്സിംഗ്. അതായത് നഴ്സിങ്ങിന് എല്ലാ ഡിസിപ്ലിനും അവരുടേതായ ഓൺ ബോഡി ഓഫ് നോളജ് ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രൊഫഷൻ. അതുപോലെ തന്നെ ആ നോളജിന് പുതിയ പുതിയ കാര്യങ്ങൾ, ആ ഒരു ബോഡി ഓഫ് നോളജിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ് റിസർച്ച് വർക്ക് കൊണ്ട് ചെയ്യുന്നത്, അല്ലേ? ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ഒരു പുതിയ കാര്യം കൊണ്ടുവന്ന് അതിനോട് ആഡ് ചെയ്യുക. അങ്ങനെ ബോഡി ഓഫ് നോളജ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യും, അല്ലേ? ഇതൊക്കെയാണ് വാട്ട് ഈസ് റിസർച്ച് ഇൻ നേഴ്സിംഗ് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ചില ഫാക്റ്റ്. ഇനി റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റിസർച്ച് പ്രോസസ്സ് ഇൻവോൾവ് മെനി എസെൻഷ്യൽ സ്റ്റെപ്സ്. അതിനകത്ത് ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്, നമുക്കറിയാം. അതായത് നമ്മൾ ഡിഫിനിഷൻ ഓഫ് ദി പ്രോബ്ലം ഉണ്ട്. അത് നമ്മുടെ ആ റിസർച്ച് ടൈറ്റിൽ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രോജക്റ്റിനൊരു പേരുണ്ടാക്കുമ്പം തന്നെ വളരെ ആലോചിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എഴുതി ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാം, തേർഡ് ഇയറിൽ നിങ്ങൾ ചെയ്തതാണ്, അല്ലേ? എങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എഴുതുന്നതെന്നുള്ളത് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. അതിനകത്ത് ഒരു തരത്തിലും അത് മിസ്ലീഡിങ് ആകാൻ പാടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലത്തിൽ സ്റ്റഡിയെ പറ്റി വരണം. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ അടുത്തത് ഡീലൈനേഷൻ ഓഫ് ദി ഫാക്ട് ഫോർ സ്റ്റഡി. അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ സ്റ്റഡിയുടെ ഫാക്റ്റിനായിരിക്കണം. മനസ്സിലായോ? ദ ഫാക്ട് ഓഫ് ദി സ്റ്റഡി ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. പിന്നെ നെക്സ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ഫാക്ട് പെർട്ടിനൻറ്റ് ടു ദ സ്റ്റഡി.
അതായത് അതായത് ആ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഫാക്റ്റ്, റിയൽ നോളജ്. അതിനാണല്ലോ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ എന്നും പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ. നമ്മുടെ സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കും. ഇതിനു മുമ്പ് അതേപോലെയുള്ള സിമിലർ റിസർച്ച് ചെയ്തവരുടെ അവരുടെ അബ്സ്ട്രാക്റ്റുകളും അതുമായിട്ട് റിലേഷൻഷിപ്പുള്ള അവരെങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, അങ്ങനെ നമ്മുടെ റിസൾട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിലിമിനറി ഇൻഫർമേഷൻ കിട്ടാനുള്ള വേറെ ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. അതിനാണ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന ഒരു വലിയ മഹാസംരംഭം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന റിസർച്ചിനെ പറ്റി ആഡിക്കേറ്റ് നോളജ് നമുക്ക് ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എങ്ങനെയാണ് ഡേറ്റ കളക്ഷന് പോകേണ്ടത്, അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അതെങ്ങനെ ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ഇൻ്റർവ്യൂ വെച്ചായിരിക്കും നടത്തുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റനെയർ വെച്ചായിരിക്കും നടത്തുന്നത്, അല്ലെങ്കിൽ ഒബ്സർവേഷനിൽ കൂടെ ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 സ്റ്റഡി കമ്പാരിറ്റീവ് സ്റ്റഡി ആയിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് പഠിക്കുന്ന. അപ്പോൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ആൻഡ് പ്രിസൈസ് മെഷർ ഫോർ കളക്ഷൻ ഓഫ് ഡേറ്റ. ഈ ഡേറ്റ കളക്ഷൻ എങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഒന്നിൽ ഒബ്സർവേഷനിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അവരുടെ നോളജ് കളക്ട് ചെയ്തിട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ചിലപ്പം ഒരു പ്രീ ടെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ കൊടുക്കുന്ന ഇൻഫർമേഷൻ അവരെ എത്രമാത്രം മനസ്സിലാക്കി എന്നുള്ള ഒരു പോസ്റ്റ് ടെസ്റ്റ് കൊടുത്തായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ആൻഡ് പ്രിസൈസ് മെഷേഴ്സ് ഫോർ കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലേ, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സബ്മിഷൻ ഓഫ് ഡേറ്റ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അതായത് കിട്ടുന്ന ഡേറ്റ ഇൻഫർമേഷൻ കൊണ്ടുപോയി പ്രോപ്പർലി അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ നമ്മൾ എത്തത്തുള്ളൂ അല്ലേ. ആ ഫൈനൽ റിസൾട്ടിൽ എത്തിക്കഴിയുമ്പോൾ ആ ഫൈൻഡിങ്സ് നമ്മൾ പബ്ലിക്കിന് അല്ലെങ്കിൽ ആർക്കോ നാട്ടുകാരെ അറിയിക്കണം, അല്ലെങ്കിൽ ആൾക്കാരെ പബ്ലിക്കിന് അതിൻ്റെ അവയർനെസ് കൊടുത്തെങ്കിൽ മാത്രമേ. എന്നിട്ട് ഈ അവയർനെസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ റിസർച്ച് ഫൈൻഡിങ്സ് വെച്ചായിരിക്കും നമ്മളെപ്പോഴും ഈ പറയുന്നത് ഫർദർ നമ്മുടെ സ്റ്റഡീസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും റിസർച്ചിനകത്ത്. ഓക്കെ, ദാറ്റ് ഈസ് റിസർച്ച് പ്രോസസ്സ്. അപ്പോൾ ഇതിനകത്ത് ഡെഫിനിഷൻ ഓഫ് ദി പ്രോബ്ലം, ഡിലൈനേഷൻ ഓഫ് ഫാക്ട് ഫോർ സ്റ്റഡി, ഡിറ്റർമിനേഷൻ ഓഫ് ഫാക്ട്സ് പെർട്ടിനൻറ്റ് ടു ദ സ്റ്റഡി, employment of appropriate techniques and precise measures for collection of data, submission of data to statistical analysis and presentation of findings and the result of analysis. പിന്നെ നീഡ് ഫോർ റിസർച്ച് ഇൻ നഴ്സിംഗ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടു മോൾഡ് എന്തുകൊണ്ടാണ് റിസർച്ച് നീഡ് നഴ്സിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ടു മോൾഡ് ആറ്റിറ്റ്യൂഡ്, കോമ്പിറ്റൻസ് ആൻഡ് ടെക്നിക്കൽ സ്കിൽ ഫോർ നഴ്സസ്, to fill in the gaps in knowledge and practice, then to foster commitment and accountability, then provide basis for professionalism, then to identify the nurse's role in changing society, then to discover the measures for nursing practice, then to help to improve the standard in nursing education, then help improve the standards in help to make prompt decision administration related to problem, then to refine the existing theories and discover new ones. ഇത്രയാണ് നീഡ് ഫോർ റിസർച്ച്. മനസ്സിലായോ? അതിനകത്ത് ഒരുപാട് എന്തുകൊണ്ടാണ് റിസർച്ച് നഴ്സിംഗിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്നുള്ളതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതിനകത്ത് നമ്മൾ ഇതിൽ പല ഉദ്ദേശങ്ങൾ വെച്ചാണ് ഒരാൾ റിസർച്ച് എടുക്കുന്നത്. പിന്നെ അടുത്തത് നീഡ് ഫോർ റിസർച്ച് ഇൻ നഴ്സിംഗിനകത്ത് അടുത്തത് പർപ്പസ് ഓഫ് റിസർച്ച് ഇൻ നഴ്സിംഗ്. അതായത് അതെന്തിനു വേണ്ടിയൊക്കെയാണ് റിസർച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലോറേഷൻ, എക്സ്പ്ലനേഷൻ ആൻഡ് പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ. ഇത്രയാണ് പർപ്പസ് ഓഫ് റിസർച്ച് ഇൻ നഴ്സിംഗ്. ഓക്കെ. പിന്നെ അടുത്തത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സസ് ഇൻ ഡൂയിങ് റിസർച്ച്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് ഒരു നഴ്സ് റിസർച്ച് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ്. അതിനകത്ത് മെയിൻലി ടു റീഡ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റിപ്പോർട്ട് ഓഫ് റിസർച്ച് ഇൻ ഓൺ നഴ്സിംഗ് ഫീൽഡ്. ടു റീഡ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റിപ്പോർട്ട് ഓഫ് റിസർച്ച് ഇൻ ഓൺ നഴ്സിംഗ് ഫീൽഡ്. ദെൻ ടു ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഓഫ് നഴ്സിംഗ് വെയർ റിസർച്ച് ഈസ് നീഡഡ്. അതായത് ഏത് ഏരിയ ആണ് റിസർച്ചിന് വേണ്ടി വേണ്ടതെന്ന് കണ്ടുപിടിക്കുക. That is what is called to identify the areas of nursing where the research is needed.
ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഡിസീസ് പ്രിവെൻഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഓൾറെഡി ഡിസീസ് ആയ ആൾക്കാരെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഹാർഡ് വർക്കാണല്ലേ ലോകമാകമാനം ചെയ്യുന്നത് അല്ലേ. ഒരു പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ പ്രിവെൻഷന് വേണ്ടി ഒരു വാക്സിൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ഐഡൻറ്റിഫൈ ദ ഏരിയ ഓഫ് നേഴ്സിംഗ് വെദർ റിസർച്ച് ഇസ് നീഡഡ്. അങ്ങനെ ഓരോരോ ഏരിയയിലും നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തോ നമ്മളുടെ ഫീൽഡിലോ ഒക്കെ ഡിഫറെൻറ്റ് ഏരിയാസ് കാണും വിച്ച് റിക്വയർ റിസർച്ച്. ഓക്കെ. ദെൻ ടു കൊളാബറേറ്റ് ഇൻ്റലിജൻ്റ്ലി വിത്ത് റിസർച്ചേഴ്സ്. അതായത് നേരത്തെ ഇതുമായിട്ട് ബന്ധമുള്ളവരോ നേരത്തെ റിസർച്ച് ചെയ്തവരോ നല്ല അഡ്വൈസ് തരാൻ പറ്റുന്നവരോ ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യണം ഇൻ്റലിജൻ്റ്ലി ഫോർ ഡൂയിങ് റിസർച്ച്. ഓക്കെ. ദെൻ ടു ഡിസ്കസ് വിത്ത് പേഷ്യൻസ് ടു പാർട്ടിസിപ്പേറ്റ് ദം ഇൻ റിസർച്ച്. ചിലപ്പോൾ നമുക്കറിയാം നമ്മളുടെ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മളെടുക്കുന്ന സാമ്പിൾ തന്നെ പേഷ്യൻസ് ആകാം അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതന്നെ അവരുടെ കൺസെൻറ്റും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ആവശ്യകത അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടെ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. മനസ്സിലായി? അതാണ് പറഞ്ഞത് ഡിസ്കസ് വിത്ത് ദ പേഷ്യൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ദം ഇൻ റിസർച്ച്. ദെൻ ടു യൂസ് റിസർച്ച് ഫൈൻഡിങ്സ് ആസ് ബേസിസ് ഫോർ ടീച്ചിങ്. ടു യൂസ് റിസർച്ച് ഫൈൻഡിങ് ആസ് ബേസിസ് ഫോർ ടീച്ചിങ്. അതായത് ഈ കിട്ടിയ റിസർച്ചിൽ നിന്ന് കിട്ടിയ പുതിയ നോളജ് പിന്നെ വരുന്ന തലമുറകൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതാണ് ടു യൂസ് റിസർച്ച് ഫൈൻഡിങ് ആസ് ബേസിസ് ഓഫ് ടീച്ചിങ്. അതായത് പുതിയ നോളജ് കിട്ടുകയാണല്ലോ റിസർച്ച് കൂടെ റിസർച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട്. അപ്പോൾ ഈ പുതിയ നോളജിനെ എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ. ഓക്കെ. പിന്നെ അടുത്തത് ടു പ്ലാൻ ആൻഡ് സൂപ്പർവൈസ് സ്റ്റുഡൻസ് പ്രോജക്റ്റ് വർക്ക്. അതായത് റിസർച്ച് ചെയ്യുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും കഴിയണം. അതാണ് ടു പ്ലാൻ ആൻഡ് സൂപ്പർവൈസ് സ്റ്റുഡൻസ് പ്രോജക്റ്റ് വർക്ക് എന്ന് പറയുന്നത്. ദെൻ ടു മെയിൻറ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് റിസോഴ്സസ്. ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ റിസോഴ്സ് എന്ന് ഇവിടെ മീൻ ചെയ്യുന്ന ഫൈനാൻഷ്യൽ റിസോഴ്സ് ആകാം. കാരണം നമുക്കറിയാം റിസർച്ച് ചെയ്തതിനൊക്കെ ഒരുപാട് എക്കണോമിക്കൽ അസിസ്റ്റൻസും ഒക്കെ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ റിസോഴ്സ്, ഹ്യൂമൻ ആൻഡ് മെക്കാനിക്കൽ റിസർച്ച്. ഇപ്പോൾ തന്നെയാണെങ്കിലും പലരുടെ ഹെൽപ്പുകൾ പല കാര്യത്തിൽ വേണമായിരിക്കും. ടെക്നിക്കൽ ഹെൽപ്പ് വേണമായിരിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായം അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽപ്പ് വേണം. ഈ ഡിഫറെൻറ്റ് റിസോഴ്സസ് കണ്ടുപിടിക്കുക എന്നുള്ളതും ചെയ്യുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി പെടും. ദെൻ ടു മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് റിസർച്ച് പ്രോജക്റ്റ്. അതായത് റിസർച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അതിൻ്റെ ഗതി മോണിറ്റർ ചെയ്യുക. മനസ്സിലായോ? അതും വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ചിലപ്പം ചില റിസർച്ച് വർക്കൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നില്ല. അത് ഒന്നിലധികം വർഷങ്ങളെടുത്തായിരിക്കും റിസർച്ച് വർക്ക് ചെയ്യുന്നത്. അത് വളരെ ബ്രോഡായിട്ടുള്ള റിസർച്ച് ആണെങ്കിൽ പെട്ടെന്ന് ഷോർട്ട് ടേം ആയിരിക്കത്തില്ല, വളരെ ലോങ് ടേം ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതൊക്കെ ട്രാക്ക് ഈസ് ഓൾ റൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക എന്നുള്ളതും റിസർച്ച് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതാണ്. ഓക്കെ. ദാറ്റ് ഈസ് ടു മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് റിസർച്ച് പ്രോജക്റ്റ്. ദെൻ ടു അക്വയർ സ്കിൽ ഇൻ ആപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് ടെക്നോളജി. അതായത് ഇപ്പം നമുക്കറിയാം ഒരുപാട് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, അങ്ങനെ ഒരുപാട് ടെക്നോളജിയുടെ ഉപയോഗം, പിന്നെ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൻ്റെ ഉപയോഗം, ഇതെല്ലാം റിസർച്ച് വേണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതൊക്കെ അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വേണ്ടിടത്ത് വേണ്ട പോലെ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് ടു അക്വയർ സ്കിൽ ഇൻ ആപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് മെത്തഡോളജി. ഓക്കെ. അത്രയാണ്. ഇനിയും പ്രിപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് റിസർച്ച് ആക്ടിവിറ്റി. അതായത് എങ്ങനെയാണ് ഒരു റിസർച്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്നും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത്. അതിനകത്ത് എനി ഇൻ്റലക്ച്വൽ നേഴ്സ് ക്യാൻ ഗോ ഇൻ ടു റിസർച്ച് ആസ് ദേ ഹാവ് ബീൻ ട്രെയിൻ ടു ബി ഷാർപ്പ് ഒബ്സർവേഴ്സ് ഇൻ റിസർച്ച് ആക്ടിവിറ്റീസ്. അതായത് ഇപ്പോൾ തേർഡ് ഇയർ തന്നെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മിനി പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരെണ്ണം നമ്മുടെ സിലബസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിസർച്ച് പഠിക്കാനുള്ള തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ വർക്കുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോജക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അതല്ലാതെ തന്നെ ഈ റിസർച്ച് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള വേണ്ട ചില ക്വാളിറ്റീസിലൊന്നാണ് ഒബ്സർവേഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പല കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ. അത് നേഴ്സിങ്ങിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് നേഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പം തന്നെ നേഴ്സസിന് ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒബ്സർവേഷനും ഒക്കെ. അത് നേഴ്സസിന് ഉള്ളത് കൊണ്ട് അവർക്ക് കുറേ കൂടെ അവർ ഇൻ്റലിജൻറ്റും ആയതുകൊണ്ട് കുറേ കൂടെ ഇഫക്റ്റീവായിട്ട് നേഴ്സസിന് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കാൻഡിഡേറ്റ്സ് ആണ്.
Okay, so any intellectual nurse can go into research as they have been trained to be sharp observers in research activities such as designing studies. നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതൊന്ന് ഓർത്ത് നോക്കുക. ഡിസൈനിങ് സ്റ്റഡീസ്, സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് ടെക്നിക്, അനലൈസിങ് ദ ഡേറ്റ, റിപ്പോർട്ടിംഗ് ദ ഫൈൻഡിങ്സ്, ദെൻ ജഡ്ജിങ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻ ആൻഡ് അപ്ലൈയിങ് ദ ഫൈൻഡിങ്സ് ഇൻ വർക്ക് സിറ്റുവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇതെല്ലാം പ്രോപ്പർലി ചെയ്തെങ്കിൽ മാത്രമേ, ഇതിനകത്തെല്ലാം ആ റിസർച്ചർ ഇൻഡിവിജ്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു കാര്യം നമുക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ചെയ്യുന്ന ആളിനല്ലേ ഇതിനെപ്പറ്റി നല്ലതായിട്ടുള്ള നോളജ് ഉള്ളൂ. എന്ത് കാര്യമാണ് ഇവർ പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്, എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഈ ഒരു റിസർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് മാത്രമായിട്ട് അറിയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ റിസർച്ചും ഉണ്ട്, അതല്ലാതെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന റിസർച്ചും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്ത് തന്നെ ആയാലും ഇത്രയും കാര്യങ്ങൾ പാർട്ടിസിപ്പേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡിസൈനിങ് ദ സ്റ്റഡീസ്, സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ടെക്നിക്ക്, അനലൈസിങ് ദ ഡേറ്റ, റിപ്പോർട്ടിംഗ് ദ ഫൈൻഡിങ്സ് and judging and making decision and applying the findings in work situation. Okay, then students nurses as beginners in nursing is academically prepared to learn basic methodology and technologies of research. അതായത് ഈ നഴ്സസ് ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും അവർ അക്കാഡമിക്കലി പ്രിപ്പയർഡ് ആണ് ടു ലേൺ ദ ബേസിക് മെത്തഡോളജി ആൻഡ് ടെക്നോളജീസ് ഓഫ് റിസർച്ച്. അപ്പോൾ ഈ റിസർച്ചിനെ പറ്റി നമ്മൾ തേർഡ് ഇയറിൽ പഠിക്കുന്നു, തിയറി പഠിച്ചു, പ്രോജക്റ്റ് ചെയ്തു, അതിനെപ്പറ്റിയുള്ള ബേസിക് അവയർനെസ് ഉള്ളതുകൊണ്ട് ഫർദറായിട്ട് റിസർച്ച് ചെയ്യാൻ അവർക്ക് കുറേ കൂടെ എളുപ്പമായിരിക്കും. മനസ്സിലായി? അതാണ് പറയുന്നത്, സ്റ്റുഡൻറ്റ് നഴ്സസ് ആസ് ബിഗിനേഴ്സ് ഇൻ നഴ്സിംഗ് ഈസ് അക്കാഡമിക്കലി പ്രിപ്പയർഡ് ടു ലേൺ ദ ബേസിക് മെത്തഡോളജി ആൻഡ് ടെക്നോളജീസ് ഓഫ് റിസർച്ച്. ഓക്കെ, ദെൻ ഡോക്ടറൽ സ്റ്റഡീസ് ബൈ നേഴ്സ് പ്രൊവൈഡ് വേരിഡ് ഇൻഫർമേഷൻ. പലരും പല സ്റ്റഡീസും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ഇൻഫർമേഷൻ കൊടുക്കാൻ നേഴ്സസിന് റിസർച്ച് ചെയ്ത് കഴിയുന്നുണ്ട്. ഓക്കെ, ദെൻ സ്റ്റുഡൻറ്റ് ഡോക്ടറേറ്റ് ക്യാൻ ബി പബ്ലിഷ്ഡ് ആൻഡ് ഷെയർഡ് വിത്ത് അതേഴ്സ് ഹു കുഡ് ബെനിഫിറ്റ് ഫ്രം ദം. അപ്പം ഈ പറയുന്ന പുതിയ നോളജ് കിട്ടിയതിൽ നിന്ന് അത് പബ്ലിഷ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സാധിച്ചാൽ അത് മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു വലിയ ടാസ്ക്കാണ് നഴ്സസ് ചെയ്യുന്നത് റിസർച്ചിലൂടെ. ഓക്കെ, അപ്പം റിസർച്ച് സ്കോളർ ആകാനുള്ള നല്ല എബിലിറ്റി ആൻഡ് എലിജിബിലിറ്റി നഴ്സസിനുണ്ടെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഫീൽഡിലൊക്കെ റിസർച്ചിനുള്ള നീഡ് കൂടുതൽ ആവശ്യകത വന്നു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം റിസർച്ച് ചെയ്യുന്നത്. അതൊരു പലപ്പോഴും അതിനെന്താ ഒരു റെഡിനെസ് ഇല്ലാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഒബ്ജക്റ്റീവ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ഏറ്റെടുക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. കാരണം നമുക്ക് ബേസിക് പല തിങ്സും അറിയാം. അപ്പം എപ്പോഴും അങ്ങനെ റിസർച്ച് ചെയ്ത് ഒരു പുതിയ കാര്യങ്ങൾ, ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നേഴ്സിംഗ് സബ്ജക്റ്റിൻ്റെ ബോഡി ഓഫ് നോളജിനോട് ആഡ് ചെയ്യാൻ ഓരോ നഴ്സസിനും കഴിയണം. ഓക്കെ, അതാണ് ഇതിനകത്ത് മെയിൻലി സ്ട്രെസ് ചെയ്യുന്നൊരു ഫാക്ടർ. അപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഇൻ റിസർച്ച് എന്നുള്ള ടോപ്പിക്കും നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നാൽ എളുപ്പം എഴുതാം. കാരണം ഇതിനകത്ത് നമ്മൾ വാട്ട് ഇസ് റിസർച്ച് പ്രോസസ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്ന അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കുറേ കൂടെ ഈസി ആയിരിക്കും. അപ്പം ജസ്റ്റ് ഗോ ത്രൂ അബൌട്ട് ഇറ്റ്, go through and let me know whether you understood it or not, and if you have got any doubt you just ask me. Okay.